ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുർത്തി സ്റ്റിച്ചിങ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഡിസൈൻ നോക്കി ഒരേ ദിശയിലേക്കാണ് അതിരിക്കുന്നത്. ഇപ്പോൾ ഒരെണ്ണം മേളിലേക്ക് ഒരെണ്ണം താഴേക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാലാക്കിയിട്ട് കട്ട് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നാലാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഫ്രണ്ടും ബാക്കും ഡിസൈൻ അപ്പോൾ തല കുത്തനെ ആയി പോവും, ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വിട്ട് എടുത്തിട്ട്, അതായത് ഏറ്റവും കൂടുതലുള്ള ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്ലിറ്റ് ഭാഗത്താണ് വേണ്ടത്. അത് താഴെ വിട്ട് ആ സ്ലിറ്റിൻ്റെ വിട്ടില്ലേ അതിൽ അത്രയും തുണി മാത്രം മടക്കിയിടുക. തുണി വേസ്റ്റ് ആകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേസ്റ്റ് ആകാതിരിക്കാൻ മീൻസ് നമുക്ക് സ്ലീവൊക്കെ അപ്പോൾ ഈ ഒരു നീളത്തിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങനെ മടക്കിയിട്ടിട്ട് ഷോൾഡർ ലെവലൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഷോൾഡർ എടുക്കുന്നത് 8 ഇഞ്ചാണ്. ഞാൻ 8 ഇഞ്ച് എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്ക് നെക്ക് ഒട്ടും അധികം ഇറങ്ങണ്ട. അപ്പോൾ ബാക്ക് നെക്ക് ഇറങ്ങുന്നതനുസരിച്ചാണ് ഷോൾഡറിൻ്റെ വിട്ട് ഷോൾഡർ എടുക്കുന്ന അളവ് മാറുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഷോൾഡർ 8 എടുത്തിട്ടുണ്ട്. ആ 8 തന്നെ ഞാൻ താഴേക്ക് കൈക്കുഴിയും എടുത്തിട്ട് അവിടെ ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തള്ളേണ്ട ഭാഗം എനിക്ക് വേണ്ടത് 1.5 ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് ഞാൻ ഈ 1.5 എങ്ങനെ കിട്ടുന്നതെന്നുള്ളത് നേരത്തെ ചെയ്ത് എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കണ്ടെന്നാൽ എളുപ്പം മനസ്സിലാവും. അത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഷേപ്പ് /26 ചെയ്യുമ്പോൾ ആ 1.5 കിട്ടും. എന്നിട്ട് ഞാൻ അടയാളപ്പെടുത്തിയത് ഫസ്റ്റ് ഷേപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷോൾഡറിൽ നിന്ന് സ്ലിറ്റ് ലെങ്ത്ത് എന്തോരം വേണം അതങ്ങ് അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ സ്ലിറ്റ് വരെയുള്ള ഷേപ്പാണ് ഇനി നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ സെക്കൻഡ് ഷേപ്പ് എടുക്കുന്നത് ഞാൻ ബെസ്റ്റ് ഭാഗമാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് വ്യത്യാസം ഉണ്ടാവും ഫസ്റ്റ് ഷേപ്പിനേലും. കാരണം ബ്രസ്റ്റൊക്കെ ഇത്തിരി കൂടുതലുള്ളവരാണെങ്കിൽ അവിടെ ഒരു എത്രയാണോ അളവ് അത് കൃത്യം നോക്കി തന്നെ ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഷേപ്പ് 10.5 ആണെങ്കിൽ ആ സെക്കൻഡ് ഷേപ്പ് ബ്രസ്റ്റിൻ്റെ അവിടെ വേണ്ടത് 10.25 അപ്പോൾ അത്രയും ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷേപ്പ് എടുത്ത് കറക്റ്റ് ചെയ്ത് വരച്ചിട്ട് ഈ ഷേപ്പൊക്കെ എടുക്കേണ്ട വിധം ഞാൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. കൃത്യ അളവ്, അതായത് ഞാൻ പറയുന്ന രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പായിരിക്കും. പിന്നെ ആ ഷേപ്പിലൊന്നും വ്യത്യാസമില്ല. അതായത് താഴെ തുടങ്ങി സ്ലിറ്റ് വരെയുള്ള അളവുകളൊക്കെ ഒരേ ലെവലിൽ തന്നെയാണ് നമുക്ക് കാൽക്കുലേഷൻ പോകുന്നത്. വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരേ ലെവലിൽ തന്നെ. മുകളിൽ വേറെ താഴെ വേറെ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ സ്ലിറ്റ് വരെയുള്ള ഷേപ്പുകളൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് വരച്ച് വെക്കുന്നുണ്ട്. അതായത് കറക്റ്റ് ഷേപ്പ് എടുത്തിട്ട് അതിനിപ്പുറത്തേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് സ്വിങ് അലവൻസ് വേണമല്ലോ, അതും കൂടി എടുത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഷോൾഡറിൽ നിന്ന് ലെങ്ത്ത് എന്തോരം വേണമെന്ന് നോക്കുവാണ്. അപ്പോൾ എനിക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് പ്ലസ് 2 ഇഞ്ച് ഞാൻ കൂടുതൽ എടുക്കണം. സ്വിങ് അലവൻസ് അത്രയും കൂടുതൽ എടുക്കണം കേട്ടോ. കാരണം നമുക്ക് താഴെ മടക്കി അടിക്കണം, മേളിലും 1/2 ഇഞ്ച് പോകുമല്ലോ. അപ്പോൾ അത്രയും 2 ഇഞ്ച് കൂടുതൽ എടുക്കണം. ഇപ്പോൾ 47 ആണ് വേണ്ടെങ്കിൽ 49 എടുത്ത് കട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ ആ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് സ്ലിറ്റ് വിടുത്ത് അടയാളപ്പെടുത്തി. അതായത് സ്ലിറ്റിൻ്റെ അവിടെ ഷേപ്പ് എത്രയാണോ അതിനേലും 1 ഇഞ്ചാണ് ഞാൻ സ്ലിറ്റ് വിടുത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എത്രയാണോ അത്രയും കൊടുക്കുക. അതായത് വീതി കൂടുതൽ വേണമെങ്കിൽ അത് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാം. എനിക്ക് 1 ഇഞ്ച് വീതി മതി അവിടെ കൂടുതലായിട്ട്. എന്നിട്ട് ഞാൻ ആ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നേരെ വരച്ചിട്ട് അതിലേക്ക് വരച്ചിട്ട് അവിടെ നിന്ന് പിന്നെ 1 ഇഞ്ച് നമ്മൾ ആ സ്ലിറ്റ് പോർഷനിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. മേളിൽ നിന്ന് സ്ലിറ്റ് വരെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി 1 ഇഞ്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സ്ലിറ്റ് മടക്കുമ്പോൾ ഒത്തിരി വീതിയായി പോയാൽ നമുക്ക് ആ കറക്റ്റായിട്ട് മടക്കി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണേ. എന്നിട്ട് ഇപ്പോൾ വരച്ച ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഷോൾഡർ, കൈക്കുഴി, ഷേപ്പ് എന്ന് വെച്ചാൽ നമ്മൾ തയ്യൽ തുമ്പ് വരച്ചിട്ടേക്കണ ഭാഗത്തു നിന്നാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നേരെ താഴെ വരെ, അതായത് ലെങ്ത്ത് എത്രയാണോ എടുത്തത് അത്രയും വരെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കി തുണി താഴേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്തത്. ഇനി ബാക്ക് പോർഷൻ സെപ്പറേറ്റ് കട്ട് ചെയ്യണം. രണ്ടും കൂടി ഇട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു ഡിസൈൻ തല കുത്തനെ, അതായത് ഇപ്പോൾ ഫ്രണ്ടിൽ ഒരു ദിശയിലാണെങ്കിൽ ബാക്കിൽ വരുമ്പോൾ അത് വേറെ ദിശയിലേക്ക് മാറിപ്പോവും. അതുകൊണ്ട് നേരെ താഴ്പോട്ട് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ സെൻറ്ററൊക്കെ നമ്മളൊന്ന് നെക്കൊക്കെ തയ്ക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് നോട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തു. ഇനി ബാക്ക് പോർഷൻ കട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. തുണി നേരെ തന്നെ അങ്ങനെ തന്നെ ആ ദിശയിൽ തന്നെ ഇട്ടിട്ട്
നമ്മളിപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്തല്ലോ, ആ പീസ് അങ്ങ് വെച്ചിട്ട് ബാക്ക് അതുപോലെ തന്നെ അത്രയും ലെങ്ത്തിൽ അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ വ്യത്യാസം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കൈക്കുഴിയൊക്കെ ഇത്തിരി കുഴിച്ചൊക്കെ വെട്ടണം. അതിപ്പോൾ ഞാൻ വെട്ടുന്നില്ല കേട്ടോ, അത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് വെട്ടാം. കാരണം ഇനി മാറിപ്പോണ്ട, നമുക്ക് ലൈനിങ് ഒന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാത്തത് കൊണ്ടിട്ട് നമുക്കത് മാറിയൊന്നും പോകണ്ട. അപ്പോൾ അത് ആ സമയത്ത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യും. ഇപ്പോൾ ഒരേപോലെ തന്നെയാണ് അങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് തന്നെ വെച്ചിട്ട് ആ ഒരളവ് വെച്ചിട്ട് തന്നെ നേരെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. ലൈനിങ് ഇല്ലാത്ത കുർത്തിയൊക്കെ ശരിക്കും കട്ട് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ നമ്മൾ അത് അറ്റം വരെ അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ നമുക്ക് സൈഡിൽ നിന്നുണ്ടല്ലോ സ്ലീവൊക്കെ കട്ട് ചെയ്തെടുക്കാം. നേരെ മറിച്ച് നമ്മൾ കൃത്യം 4ആക്കിയൊക്കെ മടക്കിയിട്ടാൽ പിന്നെ സ്ലീവിനൊക്കെ ജോയിൻറ്റ് വരും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇങ്ങനെ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്ലീവിനൊക്കെ എടുക്കുമ്പോൾ അതുപോലെ തന്നെ വരണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വട്ടമൊക്കെ ആയിപ്പോയാൽ കുർത്തിയുടെ ഭംഗി പോവും. എപ്പോഴും നമ്മൾ നീളത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ബോഡി എങ്ങനെയാണ് എടുക്കുന്നത് ആ ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ സ്ലീവ് എടുക്കുക കേട്ടോ. ഇനിയിപ്പം ഞാൻ ആ സ്ലിറ്റ് പോർഷൻ രണ്ടും കൂടി ഒന്ന് സ്ലിറ്റ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഒന്ന് മാർക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും അല്ല, ഇത് ലൈനിങ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാം. ഇതിലിപ്പോൾ കാണാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാനത് ട്രേസർ വീലർ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ തയ്യൽ തുമ്പ് നമ്മൾ 1.5 ഇഞ്ച് ഇട്ടിട്ട് സ്ലിറ്റ് ഭാഗം അവിടെ 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങോട്ട് തയ്ക്കാം. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ്. ഫ്രണ്ടും ബാക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ബാക്ക് പീസ് ഒന്ന് നേരെ തുണി മറിച്ചിട്ടിട്ട് അകത്തൊന്ന് നമ്മൾ ബാക്ക് ടെക്ക് മാർക്ക് ചെയ്യാനാണ് നേരെ തുണി മറിച്ചിട്ടിട്ട് അകത്ത് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം. കാരണം ഇതിൽ ട്രേസർ വീലർ വെച്ചിട്ട് വരച്ചൊക്കെ കൊടുത്തെന്നാലും കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ മേളിൽ നിന്ന് താഴെ വരെ 10.5 എടുത്തിട്ട് പിന്നെ വിട്ട് ഒരു 4 അകലം. അപ്പം എനിക്ക് മൊത്തത്തിൽ ഒരു 8 വേണം. അപ്പം മടക്കി ഇട്ടേക്കുന്നതുകൊണ്ട് 4, മേളിൽ നിന്ന് താഴെ വരെ 10.5 എടുത്തിട്ട് 4 വിടത്തിൽ ടെക്ക് പോയിൻറ്റിൻ്റെ ആ എടുക്കേണ്ട ഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അവരൊന്ന് നേരിട്ട് താഴത്തേക്ക് ഒരു 10.5, 11 കേട്ടോ. അതായത് നമ്മുടെ സ്ലിറ്റ് പോർഷന് തൊട്ട് മേളിലായിട്ട് വരണം കേട്ടോ ടക്ക് പോയിന്റ് വരുമ്പോഴത്തേക്കും. അതപ്പോൾ ഓരോരുത്തരുടെ ലെങ്ത് അനുസരിച്ച് വ്യത്യാസപ്പെടും, അതൊന്ന് നോക്കുക. എനിക്കിപ്പോൾ താഴത്തെ ഒരു 10.5 എടുക്കുക. അപ്പോൾ താഴെയും വിട്ടൊരു നമ്മൾ മേളിൽ എന്തോരാണ് വിട്ടെടുത്തിരിക്കുന്നത് അത്രയും തന്നെ എടുത്തിട്ട് നേരെ ഒരു ടക്ക് മാർക്ക് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ അത് തന്നെ നേരെ താഴത്തും ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ട, ഇപ്പം നമുക്ക് അപ്പുറത്തും ആ ടക്ക് പോയിൻ്റ് കിട്ടി. വീലർ വെച്ച് വരച്ചാലേ ഇതിൽ എനിക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് കേട്ടോ. ചിലപ്പോൾ തയ്ക്കുന്ന സമയത്ത് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദേ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്ത്. ഇപ്പോൾ ബാക്കിൽ ഇതാണ്, ഫ്രണ്ടിൽ ടക്ക് വേണ്ട, ബാക്കിലാണ് ടക്ക് വേണ്ടത്. അപ്പോൾ ഫ്രണ്ടിൽ കൈക്കുഴി കുഴിച്ച് വെട്ടണം, പക്ഷെ നമ്മൾ വെട്ടിയിട്ടില്ല. അത് ഞാൻ തയ്ക്കുന്ന സമയത്തായിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഫ്രണ്ടും നിങ്ങൾക്ക് മാറിപ്പോണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള തുണിയിൽ ബാലൻസ് ഉള്ള തുണി നേരെ മടക്കിയിട്ടു. നമ്മൾ ടോപ്പ് ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാൻ ഇട്ട പോലെ തന്നെ ഇട്ടിട്ട് ആ ഡിസൈൻ നോക്കുക കേട്ടോ. അതുണ്ടോ, ഞാൻ വട്ടമൊന്നുമല്ല നീളം തന്നെ എടുക്കുവാണ്. നമ്മൾ എളുപ്പത്തിന് ഈ ഡിസൈൻ അങ്ങ് കയറി വട്ടം എടുക്കരുത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നമുക്ക് എന്തോരമാണ് സ്ലീവിന് വിട്ട് വേണ്ടത്, അതായത് നമ്മുടെ ഫസ്റ്റ് ഷേപ്പ് /4 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വേണ്ട ഒരു അകലം കിട്ടും. എന്നിട്ട് ആ മോളിൽ നിന്ന് 3.5 മൂലയിൽ നിന്ന് തള്ളി നിന്നാൽ സ്ലീവിൻ്റെ ഷേപ്പ് വരക്കാനുള്ള അകലവും കിട്ടും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ചിങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ളത് അതൊന്ന് പോയി കണ്ടെന്നാൽ എളുപ്പം മനസ്സിലാവും കേട്ടോ അളവുകൾ. എന്നിട്ട് ഞാൻ എൻ്റെ റിഗാളിൻ്റെ അളവൊന്ന് നോക്കുവാണ്. അപ്പോൾ എനിക്ക് 8.75 കണ്ടോ, നമുക്ക് ആ ടോപ്പ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് താഴേക്ക് അളന്ന് നോക്കുമ്പോൾ അവിടെ എനിക്ക് വേണ്ടത് 8.75 മടക്കിയിട്ടിട്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ആ സ്ലീവിൻ്റെ അവിടെ നിന്ന് 8.75 വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വളച്ച് കൊണ്ട് കണ്ടോ, വളച്ച് വീഡിയോയിലൊന്ന് ശ്രദ്ധിക്കണേ കണ്ടോ. അപ്പോൾ അവിടെ എനിക്ക് 8.75 എടുത്തിട്ട് നമ്മൾ ആ കൈക്കുഴി മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്ലീവിൻ്റെ അളവൊക്കെ നമ്മൾ നോക്കുക. അപ്പം നമ്മൾ സ്ലീവിനെ എപ്പോഴും എടുക്കുമ്പോൾ മേളിലും താഴെ മാത്രമല്ല നമ്മുടെ ആ മസിൽസൊക്കെ വരുന്ന ഭാഗത്ത് അളവും കൂടി നോക്കിയിട്ട് അതും കൂടി നോക്കിയിട്ട് വണ്ണം അവിടെയും കൂടി ഒന്ന് അടയാളപ്പെടുത്തണം കേട്ടോ. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് എന്തോരമാണോ വേണ്ടത് അതങ്ങ് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തുള്ള വണ്ണവും
അടയാളപ്പെടുത്തിയിട്ട് ഞാൻ ആ 8.25 നമ്മളെടുത്ത കൈക്കുഴിയുടെ അവിടെ അതിലേക്ക് അതങ്ങ് വരച്ചങ്ങ് കൊടുക്കും. എന്നിട്ട് തയ്യൽ തുമ്പ് 1 ഇഞ്ചാണോ 1.5 ഇഞ്ചാണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതും അങ്ങ് മാർക്ക് ചെയ്യുക കേട്ടോ. താഴത്തെ വണ്ണം മാർക്ക് ചെയ്യുവാണ്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതങ്ങ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നേരെ 8.25 കിട്ടിയില്ലേ റിഗാളിൻ്റെ അവിടെ, അതിലേക്ക് മാർക്ക് ചെയ്തിട്ട് പിന്നെ തയ്യൽ തുമ്പും എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് കൊടുക്കുവാണ് കേട്ടോ. പുറത്ത് നല്ല മഴയാണേ, അതുകൊണ്ട് ചിലപ്പോൾ സൗണ്ട് ഇത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഒരു സ്ലീവാണ് കട്ട് ചെയ്തത്, രണ്ടും കൂടി മടക്കിയിട്ട് കട്ട് ചെയ്തിട്ടില്ല. കാരണം ഡിസൈൻ അപ്പോൾ ഒരെണ്ണത്തിൽ തലകുത്തൻ നേരെ തിരിഞ്ഞു പോവും ഏതെങ്കിലും ഒരു സ്ലീവ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ട് സെപ്പറേറ്റ് ഇട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈൻ അപ്പം നമ്മൾ ആദ്യം ഇട്ട് 4 മടക്കാക്കിയൊക്കെ ഇട്ട് കട്ട് ചെയ്തൊക്കെ വരുമ്പോഴായിരിക്കും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അയ്യോ ഇത് ഇങ്ങനെയായിപ്പോയി, ഫ്രണ്ട് ഇങ്ങനത്തെ ഡിസൈനും ബാക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ലീവ് ഇങ്ങനെ ഒരു സ്ലീവ് അങ്ങനെയൊക്കെ ആയിപ്പോണത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ളത് വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇട്ട് തന്നെ വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ആക്കി തന്നെ ചെയ്ത് കാണിച്ചത്. ഞാൻ പലരുടെയും സ്റ്റിച്ച് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു അബദ്ധമൊക്കെ പറ്റുന്നത് എനിക്കും ആദ്യമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കണ്ടോ. ഇപ്പം നമ്മൾ രണ്ടാമത്തെ സ്ലീവ് കട്ട് ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ആദ്യത്തെ തന്നെ അളവെല്ലാം എടുത്തിട്ടുണ്ട്, അത് തന്നെ ഇട്ടിട്ട് നമ്മൾ ആ തുണിയിലേക്ക് കട്ട് ചെയ്തെടുക്കുവാണ്. ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണി ഒട്ടും വേസ്റ്റായി പോവില്ല കേട്ടോ. അതായത് ചെറിയ ചെറിയ പീസായിട്ട് തന്നെയല്ല, ബാലൻസ് ഉള്ള തുണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പീസായിട്ട് തന്നെ കിട്ടും. ഇപ്പം ഞാൻ സ്ലീവിൻ്റെ ആ കൈക്കുഴിയുടെ റിഗാൾ എടുക്കുന്ന ഭാഗമാണ് 8.25 വെച്ചിട്ട് കണ്ട, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒന്നിവിടെ വരും. അപ്പോൾ 8.25 കറക്റ്റായിട്ട് അവിടെ കിട്ടും. അപ്പോൾ സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ട് പോർഷൻ, ബാക്ക് പോർഷൻ, സ്ലീവ് ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് തുണി, നല്ല തുണിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് നെക്ക് ക്രോസ് പീസ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിഫിൽ ചെയ്യാം. പിന്നെ അധികം ഇറക്കുന്ന ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ക്രോസ് പീസിൽ തന്നെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അധികം നമുക്ക് തുണി വേസ്റ്റായി പോകത്തില്ല. ബാലൻസ് നമുക്ക് കണ്ടോ ഇത്രയും തുണിയുണ്ട്. അത് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത്രയും വിട്ടിൽ തന്നെ നല്ല തുണി ബാലൻസ് കിട്ടി. ഇതിപ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്കൊരു ലഞ്ച് ബോക്സൊക്കെ പൊതിയാനുള്ള കർച്ചീഫോ പിന്നെ നമുക്ക് പില്ലോ കവറോ എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കാമല്ലോ. വെറുതെ നമ്മൾ മുണ്ട് മുറിച്ച് ചെറുതാക്കിയൊന്നും കളയരുത്. കണ്ട ആവശ്യത്തിന് ഇപ്പം നമുക്ക് ബാലൻസ് തുണി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കിനി നെക്ക് പോർഷൻ തയ്ക്കാനുള്ള തുണി വേണം കേട്ടോ. ഇപ്പം കോളറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിലൊക്കെ ചെയ്തെടുക്കാം. കണ്ടോ ഇത്രയും തുണി നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് ഇത് കട്ട് ചെയ്യാനായിട്ട്. ലൈനിങ് ഒന്നുമില്ല. ഒരു കുർത്തി കട്ട് ചെയ്യാനായിട്ട് 10 മിനിറ്റ് പോലും വേണ്ട. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.